നമുക്ക് ആരി വർക്ക് തുടങ്ങാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്ന് ആദ്യം നോക്കാം. ചെറിയ ഫ്രെയിം ആണെങ്കിൽ അത് മതി. ഇത് 18 ഇഞ്ചിൻ്റെ ഫ്രെയിമാണേ. ഈ 18 ഇഞ്ചിൻ്റെ ഫ്രെയിം വാങ്ങാം. ഇത് 120 രൂപയെങ്ങാൻ വരും. ഇതിൻ്റെ ഈ റിങ്ങില്ലേ, ഈ റിങ്ങിൽ തുണി ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ഇങ്ങനെ ചുറ്റി കൊടുക്കണം. നമ്മളിങ്ങനെ തുണി വലിക്കുമ്പോൾ അവിടെ ചുരുക്കൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുണി ചുറ്റി കൊടുക്കുന്നത്. അവിടെ ഒരു ഇങ്ങനെ പോലെ വരും. വലിച്ചാൽ ഇതിൻ്റെ സൈഡിൽ കൊളുത്തിയിട്ട് വലിച്ചാൽ അതിന് കുറേ ചുറ്റൽ വരും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ തുണി ചുറ്റി കൊടുക്കുക. അത് നമ്മുടെ ഈ പാവാടേൻ്റെ നാര് എന്നൊക്കെ പറയില്ലേ, പാവാടയ്ക്ക് ഇടുന്ന കയറില്ലേ, ആ കയറ് വാങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ഈ ഒരു റിങ് വേണം. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇങ്ങനെ ഒരു നീഡിലാണ്. ഇത് അയൺ നീഡിലാണേ. അയൺ നീഡിൽ, ഇത് ബീഡ്സിൻ്റെ നീഡിൽ. ഇത് ഭയങ്കരമായിട്ട് വളയും. അയൺ നീഡിൽ ഇങ്ങനെയാണ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുക. പിന്നെ ഇങ്ങനെ നൂല് ചുറ്റിയെടുക്കണം. ഈ കോട്ടൺ നൂലില്ലേ, കോട്ടൺ നൂല് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ചുറ്റിയെടുക്കണം. അതെങ്ങനെയാണ് ചുറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു പശ വാങ്ങണം. ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് ഇത്. ഇങ്ങനത്തെ ഒരു പശ വാങ്ങണം. ഇത് പൈപ്പിംഗ് ത്രെഡാണേ. ഇതെൻ്റെ കയ്യിലൊന്ന് ഇതിൻ്റെ ഒപ്പരിട്ടിട്ട് കളറ് മാറിയത് തുരുമ്പിച്ചിട്ട് ഈ ത്രെഡ് ഇതിൻ്റെ മുകളിൽ ചുറ്റി കൊടുക്കാനായിട്ട് ഈ പശയില്ലേ, ഈ പശ ഇതിൻ്റെ മുകളിൽ തേക്കാം. ഈ പശ ഇതിൻ്റെ മുകളിൽ തേച്ചിട്ട് ഇങ്ങനെ ചുറ്റുക. ഇങ്ങനെ താഴോട്ടേ ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ചുറ്റുക. ഇടയ്ക്കിടയ്ക്ക് പശയാക്കി കൊടുക്കണേ. ഇങ്ങനെ ചുറ്റുക. ഇങ്ങനെ താഴെ വരെ ചുറ്റിയെടുക്കുക. ഇത് കയ്യിൽ പിടിക്കുമ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. ഇത് കയ്യിൽ നിൽക്കില്ല. ഇത് അടുപ്പിച്ചടുപ്പിച്ച് താഴെ വരെ ചുറ്റി കൊടുക്കുക. താഴെ വരെ ചുറ്റിയിട്ട് താഴെയും ഇങ്ങനെ പശ തേച്ചിട്ട് ഇത് കുറച്ച് നേരം ഇവിടെ പിടിച്ചിട്ട് ഇവിടെ പിടിപ്പിക്കണം. എന്നിട്ട് ഒട്ടി നിൽക്കണം. കുറച്ച് നേരം ഇവിടെ പിടിക്കണേ, അല്ലെങ്കിൽ അത് വിട്ടുപോരും. ഇതിപ്പോൾ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കോട്ടൺ ത്രെഡ് തന്നെ ഉപയോഗിക്കണേ, എന്നാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചെയ്തില്ലേ. പിന്നെ നമുക്ക് വേണ്ടത് കട്ടറാണ്. കത്രിക, ഏതെങ്കിലും ചെറിയ കത്രിക ആയാലും മതി. ഇതാണ് നൂലൊക്കെ വെട്ടുന്ന കത്രിക. ഇതിൻ്റെ ചെറുതും ഉണ്ടാവേ. ഇങ്ങനത്തെ ഒരു കത്രിക വേണം. നമുക്ക് വാങ്ങേണ്ട നീഡിലിൻ്റെ നമ്പർ വരുന്നത് 24 നമ്പർ തുലിപ്പ് നീഡിൽ ഒന്ന് വാങ്ങണം. പിന്നെ 14 നമ്പറിൽ ഒരു തുലിപ്പ് നീഡിൽ വാങ്ങണം. 0.5 നമ്പറിലെ 0.5 നമ്പറിൽ വാങ്ങണം. എന്താ വെച്ചാൽ ഇത് കണ്ടോ, ഈ നീഡിൽ കാണുന്നുണ്ടോ, ഏറ്റവും ഈ നീഡിൽ കാണുന്നുണ്ടോ? ഇപ്പോൾ കാണുന്നുണ്ടോ? ഇത് ബീഡ്സ് ഇടാൻ വേണ്ടിയിട്ടാണ്. മൈക്രോ ബീഡ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ബീഡ്സ് ഇതിനുള്ളിൽ കടക്കില്ല. നിങ്ങൾ സൂചിയില്ലാതെ തുന്നുന്ന പോലാണ് നിങ്ങൾക്കറിയാം. ബീഡ്സ് കടക്കണമെങ്കിൽ ഏറ്റവും ചെറിയ സൂചി തന്നെ വാങ്ങണം. അതുപോലത്തെ ഒരു സൂചിയാണ് ഇത്, ഈ നീഡിൽ. പിന്നെ ഡബിൾ ത്രെഡ് വെക്കാൻ വേണ്ടിയിട്ട് ഇതിന് നമ്പറൊന്നുമില്ല. ഇത് കണ്ടിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ ഈ കുറിപ്പില്ലേ, ഇതിൻ്റെ ഷാർപ്നെസ് നോക്കിയിട്ട് വാങ്ങണം. 2 നീഡിൽ കിട്ടുന്നുണ്ടോ, 2 ത്രെഡിലൂടെ വരുന്നുണ്ടോ നോക്കിയിട്ടാണേ വാങ്ങുക. ഇങ്ങനത്തെ 2 എണ്ണം മതി നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതും ത്രെഡിൻ്റെതും ഒരു ബീഡിൻ്റെതും. ഈ 2 എണ്ണം ഇപ്പം വർക്ക് ചെയ്യാനായിട്ട് ഇത് മതി. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്,
അത് പിന്നെ ഓരോരോ വീഡിയോയിലായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ പൈസ ഇല്ലാത്തവർ ഇത് മാത്രം വാങ്ങി വെക്കാം. പിന്നെ സാധാരണ നൂല് മതി. സാധാരണ മെഷീൻ ത്രെഡ് ഇല്ലേ, സാധാരണ ഒരു മെഷീൻ ത്രെഡ് മതി. ഈ മെഷീൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നല്ലത് ഇങ്ങനത്തെ ത്രെഡ് വാങ്ങുന്നതാണ്, കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇതിൽ വർക്ക് ചെയ്താലേ ആദ്യം തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ഉള്ളതൊക്കെ എന്ത് ടഫുള്ളത് വർക്ക് വന്നാലും ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് ഡബിളായിട്ടാണ് വർക്ക് ചെയ്യുക. ഇത് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന അങ്ങനെ വർക്ക് ചെയ്യാറില്ല. ഇത് ഡബിളാക്കി വെച്ചിട്ടാണ്. ഇത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം തോന്നും ടഫാന്ന് തോന്നും, എന്നാലും പ്രാക്ടീസിലൂടെ എന്തെന്നെയായാലും ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ ഇങ്ങനത്തെ വൈറ്റ് തുണി, വൈറ്റ് ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനത്തെ കോട്ടൺ തുണിയും വാങ്ങിക്കാം. ചെറിയ ഫ്രെയിമായാലും കുഴപ്പമില്ല. ഇത് 8 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ്. ഈ ഫ്രെയിമായാലും കുഴപ്പമില്ല. നമുക്കിത് വെക്കാനുള്ളൊരു സെറ്റപ്പ് ചിലപ്പം ഈ ഇതുണ്ടാവണമെന്നില്ല, സ്റ്റാൻഡ് ഉണ്ടാവണമെന്നില്ല. സ്റ്റാൻഡ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് വെക്കാമെന്നറിയോ? ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കൊടുക്കണം. വെയിറ്റുള്ള എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ ഇത് വെയിറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചാൽ ഇത് അനങ്ങാണ്ട് നമുക്ക് ഇതിലൂടെ വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ തുണി വെച്ചതിന് ശേഷം നല്ല വെയിറ്റുള്ള സാധനം ഇവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇത് ഞാനിത് അടുത്ത് വാങ്ങിയതാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, പോയി നോക്കാം. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഫ്രെയിം ഇതിന് 1000 സംതിങ് ഉണ്ട്. ഓൺലൈനിൽ വാങ്ങിയതാണ് ഞാൻ. ഇത് വാങ്ങേണ്ടവർക്ക് ഇതും വാങ്ങാം. ഇപ്പോൾ കുറഞ്ഞ ചിലവിൽ ആരി പഠിക്കാനാണല്ലോ നിങ്ങളിപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ മാത്രം മതി. ഇതും ഈ നൂലും ഈ നീഡിൽസും മാത്രം മതി ചെയ്യാനായിട്ട്, ഈ ഒരു കട്ടറും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ദിവസം ഒരു അരമണിക്കൂർ, പറ്റിയാൽ അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആരിയിൽ നന്നായിട്ട് ഇമ്പ്രൂവ് ആകാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.